ഓരോ വർഷവും 1,00,000 മേലെ സ്റ്റുഡൻസാണ് CMA USAൻ്റെ എക്സാംസ് ഗ്ലോബലി എടുക്കുന്നത്, വിച്ച് മീൻസ് ദ ഡിമാൻഡ് ഈസ് റിയൽ. പക്ഷേ 2025 CMA USA പെർസ്യൂ ചെയ്യുന്നത് ഒരു വർത്ത് ആയിട്ടുള്ള ഡിസിഷനാണ്. ഇത്തരം കാര്യങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. കൂടാതെ ഒരു ഇൻട്രസ്റ്റിംഗ് ടേക്ക് കൂടെ ഉണ്ട്. IMAൻ്റെ ഗ്ലോബൽ ചെയറായ സുനിൽ ദേശ്മുഖ് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എനിക്ക് പറ്റി. ആൻഡ് അദ്ദേഹത്തിനോട് പേഴ്സണലി സംസാരിക്കാനും വേണ്ടി പറ്റി. അദ്ദേഹം ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയ തോട്ട്സും ഷെയർ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യും. ഇനി നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. ഒരു കോഴ്സ് അത് വർത്ത് ആണോ അല്ലയോ നമുക്ക് എങ്ങനെ മനസ്സിലാവുക? സിമ്പിളാണ്. അതിൻ്റെ ഡിമാൻഡ് സപ്ലൈ കർവ് നോക്കിയാൽ മതി. ഒരു കോഴ്സിന് നല്ല ഡിമാൻഡ് ഉണ്ട്, സപ്ലൈ അതിനനുസരിച്ച് ഇല്ലെങ്കിൽ ആ കോഴ്സിന് നല്ല വാല്യൂ ഉണ്ടാവും. ഇനി CMA USAൻ്റെ കേസിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ CMA USA എടുക്കുന്ന ഒരാളോ അല്ലെങ്കിൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളോ ആണെങ്കിൽ CMA USAക്ക് ഇപ്പോൾ ഡിമാൻഡ് ഉണ്ടോ, CMA USAൻ്റെ സപ്ലൈ എന്താണ്, CMA USAക്ക് ഇപ്പോൾ മാർക്കറ്റിൽ വാല്യൂ ഉണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഏതൊരു കോഴ്സിനും അതിൻ്റെതായ നല്ല കാര്യങ്ങളുണ്ട്, മോശം കാര്യങ്ങളുണ്ട്. അതേപോലെ CMA USAനെ കുറിച്ച് പറയുമ്പോൾ ഈ വീഡിയോ ഞാൻ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്: ദ ഗുഡ്, ദ ബാഡ് ആൻഡ് ദ അഗ്ലി. ഫസ്റ്റ് നമുക്ക് CMA USAൻ്റെ നല്ല കാര്യങ്ങൾ പറയാം. ഇതൊരു ഗ്ലോബൽ സർട്ടിഫിക്കേഷനാണ്. പക്ഷേ നിങ്ങൾക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാം, ധാരാളം പ്രൊമോഷൻസ് കാണാം 6 മാസം കൊണ്ട് CMA USA തീർക്കാൻ പറ്റുന്നൊക്കെ. ബട്ട് അതൊരു ഫോൾസ് ആയിട്ടുള്ളൊരു ഡാറ്റയാണ്. കാരണം കറക്റ്റ് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ഒരു 9 to 12 months ഇരുന്ന് പഠിക്കാൻ, ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ തീർക്കാൻ പറ്റുന്ന ഒരു കോഴ്സുള്ളൂ CMA USA. ബട്ട് നമ്മളൊരു MBAനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2 വർഷം കൊണ്ട് തീർക്കുന്ന ഒരു MBAനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ 1 വർഷം കൊണ്ട് ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയിട്ടൊരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷനാണ് CMA USA എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് 360-degree ബിസിനസ് നോളജ്. ഒരു പോസ്റ്റ് AI വേൾഡിനെ കുറിച്ചൊക്കെ ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, എന്താണ് ഇവിടെ ഡിഫറൻഷിയേറ്റർ ആയിട്ടുള്ളത്? നോളജാണ് ഡിഫറൻഷിയേറ്റർ. ഒരാൾക്ക് എത്രത്തോളം നോളജ് ഉണ്ടോ അതാണ് അയാളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ CMAൻ്റെ കേസിൽ നോക്കുമ്പോൾ ഒരു ബിസിനസ്സിനെ കുറിച്ച് 360 ഡിഗ്രിയിലുള്ള നോളജ് നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് ബാലൻസ് ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, ടെക് എങ്ങനെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ഇങ്ങനെ ഒരു 360-degree ബിസിനസ് വ്യൂ അല്ലെങ്കിൽ ബിസിനസ് നോളജാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു ഗോ ടു കോഴ്സാണ് CMA USA എന്ന് പറയുന്നത്. ഇനി ഇൻഡസ്ട്രി റെലവൻ്റ് ആയിട്ടുള്ള കരിക്കുലം. ഞാൻ BCom പഠിച്ചിട്ടുള്ള ആളാണ്. 3 വർഷം കുത്തിയിരുന്ന് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസാണ് ഞാൻ BComൽ പഠിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോൾ CMA ചെയ്യുമ്പം നിങ്ങൾ ചെയ്യുന്ന ആളെ നിങ്ങൾക്കറിയാം, പാർട്ട് 1 Fൽ ഡാറ്റ അനലറ്റിക്സ് എങ്ങനെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ബിഗ് ഡാറ്റ അനലറ്റിക്സ്, AI എങ്ങനെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, മാർക്കറ്റിന് ഇപ്പം റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾക്കൊരു ജോബ് മാർക്കറ്റിൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് CMA USAയിൽ പഠിപ്പിക്കുന്നത്. അപ്പം 3 വർഷം കൊണ്ട് തീർക്കുന്ന ഒരു BComഉം 1 വർഷം കൊണ്ട് തീർക്കുന്ന ഒരു CMAയും വെച്ച് നോക്കുമ്പോൾ CMAൻ്റെ തട്ട് താഴ്ന്നു തന്നെ ആയിരിക്കും. ഇനി ദ ബാഡ്. CMA നല്ലതുപോലെ മോശം കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഫോൾസ് മാർക്കറ്റിംഗ്. അപ്പം ഞാൻ ഒരുപാട് മെയിൻ സ്ട്രീമിലുള്ള CMA ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കൊടുക്കുന്ന ഒരു പരസ്യം കണ്ടിട്ടുണ്ട്, 6 മാസം കൊണ്ട് CMA തീർക്കാൻ വേണ്ടി പറ്റുന്നുള്ളത്. പറ്റുമായിരിക്കും. 18 വയസ്സിൽ CMA എഴുതിയെടുത്തവരുണ്ടാവും, 12 വയസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ ആയവരുണ്ട്. പക്ഷേ എല്ലാവർക്കും അത് പറ്റിക്കൊള്ളണമെന്നുണ്ടോ? ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ഫോക്കസ്ഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു 9 to 12 months എടുക്കും CMA USA പാസ്സാവാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ ഈസ് ഇൻക്രീസിങ് കോമ്പറ്റീഷൻ. ഞാൻ CMA USAനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയത് 2017 മുതലാണ്. അന്ന് അധികാലത്തും CMA USA എന്താണെന്നൊന്നും അറിയില്ല. CMA ഇന്ത്യക്കാണ് കുറച്ചും കൂടി പോപ്പുലാരിറ്റി ഉള്ളത്. പക്ഷേ 2025 എത്തി നിൽക്കുമ്പോൾ എല്ലാവർക്കും CMA USA എന്താണെന്നറിയാം. അടുത്ത വീട്ടിലെ പയ്യനെ വരെ അറിയാം CMA USA എന്താണെന്നുള്ളത്. സോ അവിടെ ഇൻക്രീസിങ് സപ്ലൈ ആണ് വരുന്നത്. ഡിമാൻഡിനേക്കാളും കൂടുതൽ സപ്ലൈ വരുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഡിമാൻഡ് ഒന്ന് കുറയും. അത് CMA USAൻ്റെ ഒരു ബാഡ് സൈഡായിട്ട് നമുക്ക് കണക്കൂട്ടാം. ഇനി ഇത് അഗ്ലി. ഇനി ഞാൻ കുറച്ച് ഹാർഷായിട്ടുള്ള ട്രൂത്താണ് പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, റീസെൻ്റ്ലി IMAൻ്റെ ഗ്ലോബൽ ചെയറിനെ മീറ്റ് ചെയ്തു, അദ്ദേഹമായിട്ട് പേഴ്സണലി സംസാരിക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ ഞാൻ ഡയറക്റ്റ്ലി ചോദിച്ചു 2025 CMA എടുക്കുന്നതുകൊണ്ട് സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറുപടിയാണ് പറഞ്ഞത്. CMA എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ്. ധാരാളം പിള്ളേർ CMA USA പാസ്സായിട്ട് പുറത്തിറങ്ങുന്നുണ്ട്. ബട്ട് ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ഇപ്പോഴും ലാക്കിംഗ് ആണ്. അദ്ദേഹം പറഞ്ഞു, കുറേ ഈ CMAൻ്റെ കൂടെ കുറേ അധികം സ്കിൽ സെറ്റ്സും കൂടി ആവശ്യമുണ്ട്. അതാണ് നമ്മൾ ഈ കോമ്പീറ്റൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് അനലിറ്റിക്കൽ സ്കിൽസ്, Excel, Power BI പോലുള്ള അനലിറ്റിക്കൽ സ്കിൽസ്. Excel ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പോലും അറിയാത്ത CMA പാസ്സായിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. ഒരു ബേസിക് ആയിട്ടുള്ള ബിസിനസ് മോഡലിങ്, ഇതൊന്നും അറിയാതെയാണ് പലവരും മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് CMA കഴിഞ്ഞിട്ടും പല കുട്ടികൾക്കും ജോബ് കണ്ടുപിടിക്കാനായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ CMA എടുക്കുന്നതിൻ്റെ കൂടെ ഇത്തരം സ്കിൽ സെറ്റ്സും കൂടി നമ്മൾ അക്വയർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക.
ഈ 2025 ഏതൊരു കോഴ്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുമ്പം അതിൽ AI-ൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടോ എന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ CMA USA പ്രൊഫഷണൽസിൻ്റെ ജോബിനെ AI എഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, AI കാരണം നമ്മളുടെ ജോബ് പോവോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെതായ വ്യൂസും ഉണ്ട്. സോ അതൊരു വലിയ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. സോ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്കും ഇൻട്രസ്റ്റഡ് ആയി തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ AI എന്ന് കമൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് കൺക്ലൂഷനിലേക്ക് വരാം. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം 2025 CMA USA പെർസ്യൂ ചെയ്യുന്നത് ഒരു നല്ല ഓപ്ഷൻ ആണോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. ഇത്രയും ഡാറ്റാസ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം, യെസ്, വർത്ത് ആയിട്ടുള്ള ഡിസിഷൻ തന്നെയാണ്. മാനേജ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് ഫീൽഡിൽ ഒരു സീരിയസ് ആയിട്ടുള്ള കരിയറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ CMA USA എന്ന് പറയുന്ന ഒരു ഗോ ടു ഓപ്ഷൻ തന്നെയാണ്. ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ലിങ്ക്ഡിൻ എടുക്കുക, CMA USA എന്നൊന്ന് സെർച്ച് ചെയ്യുക. ആയിരക്കണക്കിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട, CMA USA മാത്രം പാസ്സായതുകൊണ്ട് മാത്രം കാര്യമല്ല, അഡീഷണൽ ആയിട്ടുള്ള സ്കിൽ സെറ്റ്സും കൂടി നിങ്ങൾ അക്വയർ ചെയ്തിട്ടുള്ള കാര്യം ഉറപ്പുവരുത്തുക. നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ദിസ് ഇസ് അഭിജിത്ത് മോഹൻ സൈനിങ് ഓഫ്. ബൈ.